പ്രഥമ ജപമണി പുരസ്കാര ജേതാവും പ്രഥമ ചിഞ്ചിലക്കോട് ചിത്തരഞ്ജൻ പുരസ്കാര ജേതാവും പ്രഥമ ജമുന പ്യാരി സ്മാരക പുരസ്കാര വേട്ടമ്പള്ളിയുടെ അഭിമാന താരം റാം മനോഹർ വേട്ടമ്പള്ളി അവതരിപ്പിക്കുന്ന മാജിക്കൽ പൊളിറ്റിക്കൽ ഫിഗർ ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ഈ ഫിഗർ ഷോ ഉദ്ഘാടനം ചെയ്യുന്നതിനായി മലയാളത്തിന്റെ ഗാനഗന്ധർവൻ ശ്രീ ഡോക്ടർ KJ യേശു ഒരു രണ്ട് വാക്ക്. നിങ്ങൾ യഥാർത്ഥത്തില് ദാസേട്ടനെ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നത് അല്ലേ? അല്ലേ? ഇനി ഞാൻ ഒരു സത്യം പറഞ്ഞാൽ നിങ്ങള് കബളിക്കപ്പെടുവോ? അതെ അതെ, നിങ്ങൾ ഞാനൊന്ന് പറ്റിക്കട്ടെ. ഞാൻ ദാസേട്ടനല്ല, റാം മനോഹർ വേട്ടപ്പള്ളി. യഥാർത്ഥത്തില് അല്ലല്ല, നിങ്ങൾ ആകെ പേടിച്ചിരിക്കുകയാണ് ദാസേട്ടൻ എന്നുള്ളത്. പക്ഷേ ശ്രദ്ധിക്കുക, ഞാൻ ദാസേട്ടനല്ല, റാം മനോഹർ വേട്ടപ്പള്ളിയാണ്. എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ നന്ദനത്തിന്റെ ഷൂട്ടിലൊക്കെ ഒരുമിച്ച് പാടി അഭിനയിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും. അല്ല, എന്റെ ദൈവമേ അല്ല, ഞാൻ റാം മനോഹർ വേട്ടപ്പള്ളിയാണ്. ഇത് എവിടെ ചെന്നാലും എന്റെ ഒരു ശാപമാണ് മാറിയിരിക്കുകയാണ്. ഞാൻ ഒരു ഫിഗർ ചെയ്തിട്ട് 2 മണിക്കൂർ ഞാൻ അവിടെ നിന്നിട്ട് ഇത് പറഞ്ഞ് ഞാൻ ക്ലിയർ ചെയ്യും. അത് ഞാൻ അല്ല എന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യും. അത് എന്റെ ഒരു വിധിയായി പോയി. അപ്പൊ വളരെ സന്തോഷമുണ്ട്. അതായത് ഇപ്പൊ ഞാൻ ഡെയിലി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് 2 ഫോണുണ്ടേ. ആദ്യം ഒരു ഫോൺ, ഇപ്പൊ 2 പ്രോഗ്രാമിനനുസരിച്ച് 2 ഫോൺ. വലയ സൈഡിൽ ഒരു ഫോൺ, ഇടേ സൈഡിൽ ഒരു ഫോൺ. നോക്കുമ്പോ രാവിലെ വലയ സൈഡിൽ ശ്രീകണ്ഠ സാർ വിളിക്കുന്നത്, ഇടേ സൈഡില് ഗോകുല സാർ വിളിക്കുന്നത്. എന്നെ വീണ്ടും വന്ന് ഇവിടെ ഫിഗർ ഷോ ചെയ്യാൻ. ഷാൻ ചേട്ടന്റെ പ്രോഗ്രാംസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അല്ല അല്ല അല്ല, ഞാൻ ആരോട് പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് ഇങ്ങനെ ഈ ഫിഗർ എന്തിനാണ് തരുന്നത്? എന്നെ അങ്ങേട്ട് പട്ടുനൂൽ പുഴുവിന്റെ കൂട്ടിരുന്നിട്ട് ചേട്ടനെ വിളിച്ചോ ഷാജോൻ ചേട്ടൻ. അല്ല ഷാജോൻ ചേട്ടാ, ഞാൻ ആദ്യം ഇദ്ദേഹത്തെ വിളിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും അസൂയാണ്. ഇത്രയും സ്റ്റാർ മാജിക്കിന്റെ ഇതില് എന്നെ നിർബന്ധിച്ച് കേണപേക്ഷിക്കുന്ന ഒരു കലാകാരനെ ഞാൻ വന്ന് ഇവിടെ ഫിഗർ ഷോ ചെയ്യണമെന്ന്. ലണ്ടനിലാണോ? ലണ്ടനിൽ യു എസ് എൽ ഞാൻ ഒരു സ്റ്റേജിൽ ഇപ്പൊ 8 ലക്ഷം വാങ്ങുന്നത്. ഒരു സ്റ്റേജിൽ 8 ലക്ഷം. ഞാൻ ഇവിടെ ഒരു ചെറിയ പരിപാടി ചെയ്യട്ടെ, അവർക്ക് ജനങ്ങൾ ആവശ്യപ്പെടും. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഓക്കെ, ശരി, ഓക്കെ. ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? വന്നപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ചത് എന്താണ് 2 അളവിലെ ചെരുപ്പ്, 2 സൈസ്? അതിപ്പോ നമുക്ക് ചോദിച്ചു വാങ്ങിക്കാൻ പറ്റുമോ? കിട്ടുന്നല്ലേ കൊണ്ടുവരാൻ പറ്റും. അവിടെ നിന്ന് തരുന്നല്ലേ നമുക്ക് കിട്ടുന്നു വരാൻ പറ്റും. എവിടെ നിന്ന് വരുന്നേ? അല്ല, അവിടെ നിന്ന് തരുമല്ലോ, ഓരോ പ്രസന്റേഷൻ ആയിട്ട് തരും. അപ്പൊ അത് കിട്ടുന്നത് ഞാൻ ഇട്ടുണ്ട് വരും. എന്നാലും ഞാൻ ഒരു ഷൂ വെളുപ്പും ഒരു ഷൂ കറുപ്പും അല്ലായിരുന്ന അങ്ങനെ ഇട്ടുണ്ടായിരുന്നത്. നമുക്ക് കറക്റ്റ് കളർ നമുക്ക് കിട്ടില്ല. അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. ഇത് അവിടെ നിന്ന് തരുന്നതല്ലേ, ഇത് കൊണ്ടു തരല്ല ചെയ്യുന്നത്. ചിലപ്പോ ഇങ്ങനെ പോകും, ചിലപ്പോ ഇങ്ങനെ പോകും, ചിലപ്പോ മൂക്കിൽ ഒന്ന് അടിച്ചിട്ട് തിരിച്ചങ്ങ് പോകും. അപ്പൊ എന്റെ മാനേജർ വന്നിട്ടുണ്ട്. ഹലോ അഖിലേ, നമുക്ക് ആ ഫിഗർ ഷോയുടെ അനൗൺസ് ഒന്ന് ചെയ്താലേ, നമുക്ക് ബോറടിപ്പിക്കാതെ. ഇപ്പൊ ദാസേട്ടനായിട്ട് ഞാൻ നിന്ന് പുഴുക്കുക. വണ്ടി സ്റ്റാർട്ട് ചെയ്തേക്കട്ടാ. സ്റ്റാർട്ട് ചെയ്തോ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കണേ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ കഴിച്ചു. നന്നായി ചെയ്യണം. പ്രിയമുള്ളവരെ, വേട്ടമ്പള്ളിയുടെ അഭിമാന താരം റാം മനോഹർ വേട്ടമ്പള്ളി ഗായകരുടെ രൂപവും ഭാവവും വേദിയിൽ അതേപടി അനുകരിച്ച് അവതരിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആരും ഇത് കണ്ട് കണ്ണുപിടുകയോ സെൽഫി എടുക്കുകയോ ചെയ്യരുത്. കാരണം ഒറിജിനൽ വയറിന് വേണ്ടി റാം മനോഹർ വേട്ടമ്പള്ളി അവതരിപ്പിക്കുന്ന മാജിക്കൽ സിംഗേഴ്സ് ഫിഗർ ഷോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ജൂൺ ആദ്യവാരം മുതൽ റാം മനോഹർ വേട്ടമ്പള്ളിയിൽ നിന്നും താമസം മാറുന്ന വിവരം നിങ്ങളെ സസന്തോഷം അറിയിക്കുന്നു. കാരണം ഒരു മനുഷ്യ എത്രയെന്നും പറഞ്ഞാണ് ആദ്യം കേട്ട ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങണം. പ്രിയമുള്ളവരെ,
മറ്റൊരു സന്തോഷ വാർത്ത, റാം മനോഹർ വേട്ടമ്പള്ളിയുടെ ഓൺലൈൻ ഫിഗർ ക്ലാസ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഫിഗർ 1-ന് 150 രൂപ നിരക്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അടുത്തതായി നിങ്ങളുടെ മുന്നിലെത്തുന്നു തമിഴ് സംഗീത ലോകത്തെ ഇതിഹാസം ശ്രീ ഇളയരാജ. ഒന്ന് നനച്ചേ പാട്ട് പഠിച്ചേ തങ്കമേ ஞான തങ്കമേ என்ன நினைச்சே நானும் சிரிச்சேன் தங்கமே ஞான தங்கமே ஒன்ன நினைச்சே பாட்டு படிச்சே தங்கமே ஞான தங்கமே என்ன நினைச்சே நானும் சிரிச்சே தங்கமே ஞான தங்கமே அந்த வானம் அழுதாத்தான் இந்த பூமியே சிரிக்கும் வானம் போல் சில பேர் சொந்த வாழ்க்கையும் இருக்கும் உணர்ந்தேன் நான். താങ്ക് യു. ഒരുപാട് വേദികളിൽ ഞാൻ ഈ ഇളയരാജ സാറിന്റെ ഫിഗർ ചെയ്തെങ്കിലും നിങ്ങൾ തരുന്ന ഒരു കയ്യടി, ഒരു കരഘോഷം ഞാൻ ഒരു സമയത്ത് മറക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഇളയരാജ സാറിന്റെ ഫിഗർ ചെയ്ത സമയത്ത് എനിക്ക് പേയ്മെന്റ് 15 രൂപ ആയിരുന്നു, 15,000 രൂപ ആയിരുന്നു. പക്ഷേ 20,000 രൂപ എനിക്ക് കിംസിൽ കൊടുക്കേണ്ടി വന്നു. സാരമില്ല, അത് ചെറിയൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ട്രിപ്പിന് എനിക്ക് കൊടുക്കേണ്ടി വന്നു. അഖിലേ, അടുത്ത അനൗൺസ് ചെയ്തോ. ഇളയരാജയുടെ പരിപൂർണ വിജയത്തിന് ശേഷം അടുത്തതായി നിങ്ങളുടെ മുന്നിലെത്തുന്നു ശ്രീ MG ശ്രീകുമാർ. പ്രിയരെ, ഈ ജൂൺ ആദ്യവാരം മുതൽ റാം മനോഹർ വേട്ടമ്പള്ളി മുള്ളുവേലികെട്ട്, സ്ലാബ് വാർപ്പ്, കൊത്തന്റെ കയ്യാള്, മക്യാട് പണി, ചാണാങ്കോരൽ തുടങ്ങിയ 5 ഇനം പരിപാടികൾക്ക് കൂടി ഇറങ്ങുന്ന വിവരം നിങ്ങളെ സസന്തോഷം അറിയിക്കുന്നു. പണികളുണ്ടെങ്കിൽ വിളിക്കുക. ബുക്കിംഗിന് സെക്രട്ടറി റാം മനോഹർ വേട്ടമ്പള്ളി, വേട്ടമ്പള്ളി ജംഗ്ഷൻ, വിതുര PO. 2 ബട്ടൺസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ തിരിഞ്ഞു വരുമ്പോൾ കാണുന്നത് ലക്ഷങ്ങൾ പേടിക്കുന്ന MG ശ്രീകുമാർ തുച്ഛമായ 150 രൂപയ്ക്കൂടെ കിടന്ന് കറങ്ങുന്ന അതിമനോഹരമായ കാഴ്ചയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ കാണാൻ പോകുന്നത്. പാരിതോഷികങ്ങൾ എറിയുമ്പോൾ ദയവ് ചെയ്ത് ജോഡി തിരിച്ചറിയുക. ആർക്കെങ്കിലും ഒക്കെ ഉപയോഗം വരും. പ്ലീസ്, നിങ്ങൾ മുന്നെത്തുന്നു മലയാളത്തിന്റെ സൂപ്പർ സിംഗർ ശ്രീ MG ശ്രീകുമാർ. തദരി നന്നാരേ തദരി ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുത്തുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലമ്പിളി ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുത്തുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലമ്പിളി വയലേലയിൽ കിളിക്കൂട്ടമായി കതിരുണ്ണുവാൻ വന്നു പോയി പുഴമീനുകൾ തെളിനീരിലായി കളി ചൊല്ലി നീങ്ങുന്നുവോ പഴയ കാലങ്ങളെന്നും പടിമറയുവതിനി വരുമോ ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ നേരം. അല്ല, ഇത് പൂക്കുറ്റി കത്തിക്കണം, തീപ്പെട്ടി. പൂക്കുറ്റി കത്തിക്കണ തീപ്പെട്ടിയുടെ കാണാം. എന്നാ പൂക്കുറ്റിയുടെ കത്തിച്ച കയറുവാണോ ഇത്? ഹലോ ഹലോ മാമ, പിന്നെ അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ ഫിഗർ ഷോയ്ക്ക് വന്ന സമയത്ത് മാമൻ എന്റെ മീശ വരയ്ക്കുന്ന ഉമിക്കരി എടുത്തു വെച്ചു. അതെടുത്ത് പല്ലി വെച്ച് നോക്കളെ, അറിഞ്ഞില്ല. സാരമില്ല. അതിനുശേഷം മാമന്റെ 2 പല്ല് ഞാൻ അടിച്ചിളക്കി. കുഴപ്പമില്ല. ഇപ്പൊ മാമൻ തീപ്പെട്ടി എടുത്ത് മാറ്റി വെച്ചത് നിനക്ക് എന്തിന്റെ സൂക്കേടാണ്? നീ എന്റെ മാമിയെ നീ വിധവയാക്കൂടാ പട്ടി. നീ ഒരു ജോലി ഇല്ലാതെ ഞാൻ ഉള്ള സ്റ്റേജിൽ കയറി ഇറങ്ങി ഞാൻ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇത്തരം ജനങ്ങൾ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. നീ എന്തിന്റെ എന്റെ ബാഗിൽ കയറി നീ ഓരോ സാധനങ്ങൾ വെക്കുന്നത്? നിനക്കെന്താ പരിപാടി ഉണ്ടോ? പിന്നെ അല്ലടാ, അതിന്റെ തള്ള അവിടെ കിടന്ന് തുമ്മണടാ. പിന്നെ ഞാനിപ്പോ എറണാകുളത്താണ് നിൽക്കുന്നത്. മാമൻ അന്ന് പറഞ്ഞതുപോലെ നല്ല മുറുക്കും
മിച്ചറും അവലോസ് ഉണ്ടൊക്കെ തിന്നിട്ടിരിക്കണം. നിന്റെ പല്ല് ഞാൻ അടിച്ചിളക്കും. പിന്നെ നിനക്ക് തിന്നാൻ നിനക്ക് ആ വാ കിട്ടൂല കേട്ടോ തെണ്ടി. അങ്ങനെ അനൗൺസ് ചെയ്തോ. പ്രിയമുള്ളവരെ, MG ശ്രീകുമാറിന്റെ പരിപൂർണ വിജയത്തിന് ശേഷം അടുത്തായി നിങ്ങൾ മുന്നിലെത്തുന്നു ജാസി ഗിഫ്റ്റ്. പ്രിയമുള്ളവരെ, ഒരു സംശയം നിവാരണത്തിനായി നിങ്ങളെ അറിയിക്കുകയാണ്. റാം മനോഹറിന്റെ വേട്ടമ്പള്ളിയുടെ ഫോൺ ഇങ്ങാണ് വീണത്. പ്രിയമുള്ളവരെ, ഇതൊരു അപേക്ഷയാണ്. നിങ്ങൾ ആരും ഇത് കണ്ടനുകരിക്കരുത്, കാരണം ഇത് കൈവിട്ട കളിയാണ്. പ്രിയമുള്ള പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക്, ആർക്കെങ്കിലും വാക്സിൻ ബുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ദയവേത് വേട്ടമ്പള്ളിക്ക് വേണം ബുക്ക് ചെയ്ത് കൊടുക്കണം. മൊബൈലിൽ 132 റബ്ബർ പിടിച്ചിട്ടേക്കാണ് OTP നമ്പർ വന്നിട്ട് കാണാൻ പറ്റുന്നില്ല. പ്ലീസ് ദയവ് ചെയ്ത് ആർക്കെങ്കിലും വാക്സിൻ ബുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒരു വാക്സിൻ ബുക്ക് ചെയ്ത് കൊടുക്കണം. ഒരു പഞ്ചായത്ത് രക്ഷപ്പെടും പ്ലീസ്. കാരണം ഈ പരിപാടി കഴിഞ്ഞാൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ 4 പരിപാടിയാണ് ഏറ്റു വെച്ചേക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെന്ന് കയറി കൊടുക്കാനാണ്. പ്ലീസ് ഒരു വാക്സിൻ എവിടെന്നെങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്ത് കൊടുക്കണം പ്ലീസ്. പ്രിയമുള്ളവരെ, അടുത്തതായി ജാസി ഗിഫ്റ്റ്. വളരെ സന്തോഷമുണ്ട്. ജാസി സാറിന്റെ ഫിഗർ ഞാൻ ഇതിന് മുമ്പ് പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കയ്യടി പോലെയല്ല നിങ്ങളുടെ മനോഹരമായിട്ടുള്ള, നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കയ്യടിയാണ് വേണ്ടത്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എനിക്ക് പല സമ്മാനം തരും. എനിക്ക് അതല്ല വേണ്ടത്. എനിക്കിപ്പം നിങ്ങൾ വേണ്ടതെന്ന് പറഞ്ഞാൽ കയ്യടിയാണ്. പിന്നെ ചില തെറ്റുകുറ്റങ്ങളെ കൊണ്ട് ചിലത് മാത്രം അത് കണ്ടുപിടിച്ചാൽ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ മെനക്കെടണ്ട, കണ്ടുപിടിക്കാൻ പറ്റില്ല. എങ്കിലും അടുത്ത ഫിഗർ ഷോ അനൗൺസ്. പ്രിയമുള്ളവരെ, കുറച്ച് ലിഫ്റ്റിക്ക് കുറഞ്ഞു പോയത് കൊണ്ട് ഫിഗർ ശകലം ഒന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് ഇതാ ഒരു ഓഫർ വയ്ക്കുകയാണ്. റാം മനോഹർ വേട്ടമ്പള്ളിയുടെ ഫിഗറിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുന്നവർക്ക് 150 രൂപ സമ്മാനം നൽകുന്നതാണ്. എവിടെയെങ്കിലും സൈഡ് വാരം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ 150 രൂപ നിങ്ങൾക്ക് കയ്യോടെ തരുന്നതായിരിക്കും. പ്രിയരെ, അടുത്തതായി നിങ്ങൾ മുന്നിലെത്തുന്നു മലയാള ഗാനലോകത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയ ശ്രീ KP ഉദയഭാനു. പ്രിയമുള്ളവരെ, ജൂലൈ ആദ്യ വാരം മുതൽ ജാസി ഗിഫ്റ്റിന്റെ ഫിഗർ 125 രൂപയ്ക്ക് ചെയ്യുന്ന വിവരം നിങ്ങളെ സസന്തോഷം അറിയിക്കുന്നു. ജാസി ഗിഫ്റ്റിന്റെ ഫിഗർ എടുക്കുമ്പോൾ MG ശ്രീകുമാറിന്റെ ഫിഗർ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്ന തെക്കൻ കേരളത്തിലെ ഏക കലാകാരൻ റാം മനോഹർ വേട്ടമ്പള്ളി. റാം മനോഹറിന്റെ പ്രത്യേകതകൾ: ഫിഗർ ഷോ, സിനിമാറ്റിക് ഡാൻസ്, ടെലിഫിലിം, ഷോർട്ട് ഫിലിം, വെബ് സീരീസ്, നാടകം, കോൺക്രീറ്റ്, മുള്ളുവേലിക്കെട്ട്, കക്കൂസിന്റെ കുഴിയെടുപ്പ് തുടങ്ങി നിരവധി അനവധി ജോലികൾ ഒറ്റ കൈകൊണ്ട് ചെയ്യുന്ന തെക്കൻ കേരളത്തിലെ ഏക കലാകാരൻ റാം മനോഹർ വേട്ടമ്പള്ളി. KP ഉദയഭാനുവായി നിങ്ങളുടെ മുന്നിലെത്തുന്നു റാം മനോഹർ വേട്ടമ്പള്ളി. കണ്ണു തുറന്നു കാണൂ. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുക എന്നെ മാമകചിത്തത്തിലന്നും ഇല്ല മാതക വ്യാമോഹമൊന്നും. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുക എന്നെ മാമകചിത്തത്തിലന്നും ഇല്ല മാതക വ്യാമോഹമൊന്നും. ഞാൻ ഒറിജിനാലിറ്റി ആയിട്ടുള്ളത് അധികം കൊടുക്കില്ല, കുറച്ചേ കൊടുക്കും. ഇത് ഇനി എനിക്ക് ഒന്ന് നിങ്ങൾ തീർത്ത് കാണണമെന്നുണ്ടെങ്കിൽ റാം മനോഹർ വേട്ടമ്പള്ളിയുടെ ഷോ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. നിങ്ങൾ വന്ന് കാണുക. ഞാൻ സത്യയ്ക്ക് കറി വിളമ്പ് പോലെ കുറച്ചേ കൊടുക്കുള്ളൂ കേട്ടോ.
അടുത്ത അനൗൺസ് ചെയ്യൂ. പ്രിയമുള്ളവരെ, ഫൈനൽ പറഞ്ഞേ. ഒരുപാട് നേരം എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഇല്ലെന്നാ ഇവിടെ ഒരുപാട് നേരം നിർത്തൂല അവര്. അല്ല അതല്ല, അടുത്ത എനിക്ക് വേറെ ഷോ ഉണ്ട്, അതുകൊണ്ടാണ്. വണ്ടിയിൽ പെട്രോൾ തീരാറാണ് ഇപ്പൊ വിടും. പ്രിയമുള്ളവരെ, അവസാനമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് മലയാളത്തിൽ നിന്നും കടന്ന് തമിഴും കടന്ന് കന്നഡയും കടന്ന് തെലുങ്ക് കടന്ന് ഹിന്ദിയിൽ നിന്നും ഒരു ഗായകൻ, ഡാലർ മെഹന്തി. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ ഗായകനെ റാം മനോഹർ വേട്ടമ്പള്ളി ഇവിടെ അനുകരിച്ച് അവതരിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രഥമ ജപമണി പുരസ്കാര ജേതാവും, പ്രഥമ ചിഞ്ചിലക്കോട് ചിത്തരഞ്ജൻ പുരസ്കാര ജേതാവും, പ്രഥമ കേരള കിഴങ്ങ് ഗവേഷണ കേന്ദ്രം പ്രോഗ്രാം ഡയറക്ടർ ശ്രീ ജുഗുപ്സന്റെ അനിയനുമായ റാം മനോഹർ വേട്ടമ്പള്ളി അവതരിപ്പിക്കുന്ന പൊളിറ്റിക്കൽ മാജിക്കൽ സിംഗേഴ്സ് ഫിഗർ ഷോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അവസാനമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു ഡാലർ മെഹന്തി. ജൂലൈ ആദ്യവാരം മുതൽ റാം മനോഹർ വേട്ടമ്പള്ളി വീട്ടിലൂണ് 50 രൂപ ബിരിയാണി തുടങ്ങിയ കച്ചവടം തുടങ്ങുന്ന വിവരം നിങ്ങളെ സസന്തോഷം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, അടുത്തതായി നിങ്ങളുടെ മുന്നിലെത്തുന്നു ഡാലർ മെഹന്തി. എന്ത് പറയണം, അതുകൊണ്ടായിരിക്കും നിങ്ങൾ കൈയടിക്കാതിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കൈ മരവിച്ച് പോയി കാണും. ഇത്രയും ഫിഗർ ഷോ ഞാൻ ചെയ്തിട്ട് ലാസ്റ്റില് ഒരു പെങ്കൊച്ചിന് ഇറക്കിയത് നമുക്കൊരു ചെറിയ തുളുത്തുളുത്തൊക്കെ. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് വേറൊന്നും കിട്ടുന്നില്ല, ചെറിയൊരു തുളുത്തുളുത്തിലേ കിട്ടുള്ളൂ, നമ്മളോ കിട്ടൂല. അപ്പൊ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇറങ്ങുമ്പോ ഒരു ചെറിയ തുളുത്തുളുത്തുള. ഇനി വേറെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തുളുത്തുളുത്തുൾ வேணும்னா வா. நான் நெக்ஸ்ட் வந்த ஃபிகர் அந்த சூப்பர் ஸ்டாரோட ஃபிகர் நீங்க அனௌன்ஸ் பண்ணீங்க, ஃபிகர் பண்ண ரெடி ஆகிட்டுங்க. ஓகேங்க சரிங்க. തമിഴ് മൂഞ്ചി കണക്കൊരാവരുത് പരിപാടി. அருமையான அன்பான குருஜனங்களே, ராம் மனோகர் வேட்டம்பள்ளி நடிப்பும் நான் ஸ்டாப் தமிழ் ஃபிகர் கொண்டாட்டம் நீங்கள் பார்க்க போறது. நான் ஸ்டாப் தமிழ் ஃபிகர் கொண்டாட்டம் இந்த ப்ரோக்ராம் இவருடைய ஸ்பான்சர் செய்திருக்கு ரிஜாம் பாக்கு. சுகந்த சுவாசத்துக்கு ரிஜாம் பாக்கு. எனக்கு நினக்கு உனக்கு அவக்கு என்ன எல்லாருமே சொல்லி வாங்குன பாக்கு ரிஜாம் பாக்கு. புரியுது? ராம் மனோகர் வேட்டம்பள்ளி ப்ரோக்ராம் புக்கிங் பண்றதுக்கு ராம் மனோகர் வேட்டம்பள்ளி குழுத்துற ஜங்ஷன் மண்டே மார்க்கெட் அழகிய மண்டகம் நாகர்கோவில். പ്രിയമുള്ളവരെ, ആദ്യമായി റാം മനോഹർ വേട്ടമ്പള്ളിയുടെ മൂഞ്ചിയിൽ നിന്നും പുറത്തു വരുന്ന ഫിഗർ തമിഴ് ഫിഗർ விஜயகாந்த். பிரியமுள்ளவரே, இந்த ஃபிகர் யாருமே கோப்பி அடிக்க கூடாது. அந்த உமிக்கரி பேஸ்ட் எண்ணெய் வச்சுள்ள களியாக்கும் நீங்க யாருமே இது கோப்பி அடி பண்ண கூடாது. பிரியமுள்ளவரே, இனி திரிஞ்சு வரும்போது ராம் மனோகர் வேட்டம்பள்ளிയുടെ മുഖത്തുക്ക് വിരിയുന്ന ഫിഗർ വിജയകാന്ത്. പ്രിയമുള്ളവരെ, ഈ വിജയകാന്ത്ക്ക് ഫിഗർ നിങ്ങൾക്ക് ஸ்பான்சர் பண்ணியிருக்குது மாவட்டம் வேஷ்டிகள் ஜட்டிகள் வேஷ்டிகள் மற்றும் பனியன்கள். பிரியமுள்ளவரே, 150 ரூபாய்க்கு ராம் மனோகர் வேட்டம்பள்ளி மாவட்டத்தை தொடங்கியிருக்கும் மாவட்டம் வேஷ்டிகள் ஜட்டிகள் பனியன்கள் மற்றும் இலாஸ்டிக் பனியன்கள். പ്രിയമുള്ളവരെ, ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശരവണ തുളവടകൾ, ഉള്ളിവടൈ ഉഴുന്നുവടൈ കിഴങ്ങുവടൈ തുടങ്ങി എല്ലാവിധ എണ്ണ വടകൾക്കും ശരവണ തുളവടക്കടை. പ്രിയമുള്ളവരെ, ഇനി തിരിഞ്ഞു വരുമ്പോൾ നിങ്ങൾ കാക്കപ്പോറുത് ராம் மனோகர் வேட்டம்பள்ளி தன் விஜயகாந்த். அன்னை தொண்டையில் சோர சவிக்கிறது, பெട്ടെന്ന് വാ அன்னை. அன்னை அனௌன்ஸ்மெண்ட் பண்ணு, ഞാൻ കുഴയുന്ന അന്നൈ. அன்னை நீங்க இப்பழங்கான திரும்பி வருமா? பிரியமுள்ளவரே, நீங்கள் பார்க்க போறது விஜயகாந்த்.
ஜகத்து ராணி உனக்கு எதுக்கு தாவாணி எனக்கு நீதான் இருக்க எதுக்கு தலகாணி ஜகத்து ராணி உனக்கு எதுக்கு தாவாணி எனக்கு நீதான் இருக்க எதுக்கு தலகாணி கருப்பு சிங்கம் சிரிச்சா நெருப்பு பத்திக்கோ இரும்பு நெஞ்சா பறந்தா குறும்பு தொத்திக்கோ நீ கஞ்சா பூந்தோட்டம் உன ரோஜா பூவாட்டம் அடிவாசம் பார்த்து மோசம் போனேனே ஓமேசையில் உள்ள முடி அது எல்லாம் யான முடி அதில் மோதிர செஞ்சு போடுவோம் கை மேல ஜகத்து ராணி உனக்கு எதுக்கு தாவாணி எனக்கு நீதான் இருக்க எதுக்கு தலகாணி கருப்பு சிங்கம் சிரிச்சா நெருப்பு பத்திக்கோ இரும்பு நெஞ்சா பறந்தா குறும்பு தொத்திக்கோ താങ്ക് യു വെരി മച്ച് விஜயகாந்த் அன்னைக்கு ஃபிகருக்கு பரிபூர்ண விஜயத்துக்கு சேஷம் அடுத்ததாய் நீங்கள் பார்க்க போறது ரஜினிகாந்த். தமிழ் மாட்டுக்கு தலைவன் ரஜினிகாந்த், സൂപ്പർ സ്റ്റാർ നടിക്കും തലൈവൻ രജനീകാന്ത്. പടയപ്പ എന്ന സിനിമയിലെ രജനീകാന്തൻ അതേ മുഖവുമായി റാം മനോഹർ തൻ വേട്ടപ്പള്ളി അവതരിപ്പിക്കും മാജിക്കൽ നോൺ സ്റ്റോപ്പ് ഫിഗർ കൊണ്ടാട്ടം. പ്രിയമുള്ളവരെ, പാന്റിന്റെ ചെറിയൊരു കംപ്ലൈന്റ് ഇருக்கு. വെള്ള പാന്റ് വന്നാൽ അത് ശരിയാകൂടാതെ, അതുകൊണ്ട് കറുപ്പ് പാന്റ് താൻ ഇറങ്ങി വരും. അമ്മേ പ്രിയമുള്ളവരെ, ബാഗുக்கு ചെറിയൊരു കോമഡി തப்பு பண்ணியாச்சு. அடுத்ததாയി ரஜினிகாந்த். நீங்க பார்க்க போறது ரஜினிகாந்த். சிங்க நடை போட்டு சிகரத்தில் ஏறு, சிகரத்தை அடைந்தால் வானத்தில் ஏறு. எம்பேரு படையப்ப, இடப்பட்ட நடையப்ப, என்னோட உள்ளதெல்லாம் இளஞ்சிங்க படையப்ப. நெஞ்சில் 6 படையப்ப, பின்னால் 100 படையப்ப, யுத்தம் கொண்டு வருகையில் 10 வீரல் படையப்பா. பாசமுள்ள மனிதனப்பா, நாம் மீச வச்ச குழந்தையப்பா, என்றும் நல்ல தம்பி நானப்பா, நன்றி உள்ள ஆளப்பா, தாலாட்டி வளர்த்தது தமிழ்நாட்டு மண்ணப்பா. சிங்கரை போட்டு சிகரத்தில் ஏறு, எம்பேரு படையப்ப, இளவட்ட நடையப்ப, என்னோட உள்ளதெல்லாம் இளஞ்சிங்க படையப்பா. நெஞ்சில் 6 படையப்ப, பின்னால் 100 படையப்ப, யுத்தம் கொண்டு வருகையில் 10 வீரல் படையப்பா. പ്രിയമുള്ളവരെ, இந்த ரஜினிகாந்த் நிறைய ആർട്ടിസ്റ്റുകൾ ചെയ്ത് നിങ്ങൾ பார்த்திருக்கு. എന്നാൽ ഇനി വ്യത്യസ്തமான മറ്റൊരു കലോപഹാരം വീട്ടിൽ നിൽക്കുന്ന രജനീകാന്ത്. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ பார்க்க போறது വെളുപ്പാങ്കാലത്ത് 6:30 മണിക്ക് വീട്ടിൽ കട്ടൻ ചായ കുടിക്കുന്ന രജനീകാന്ത്. അതായത് വീട്ടിൽ നിൽക്കുന്ന രജനീകാന്ത്. இந்த ஃபிகர் தமிழ்நாட்டில் ஃபர்ஸ்ட் பண்றது ராம் மனோகர் வேட்டம்பள்ளி. இந்த ஃபிகருக்கு 180 ரூபாய் அவார்டு கிடைச்சிருக்கு. பிரியமுள்ளவரே, நீங்கள் பார்க்க போறது ராம் மனோகர் வேட்டம்பள்ளிதன் നോൺ സ്റ്റോപ്പ് തമിഴ് ഫിഗർ കൊണ്ടാട്ടം. അണ്ണൈ തൊണ്ടയിൽ രക്തം സവയ്ക്കുന്നണ്ണൈ, പെട്ടെന്ന് തിരുമ്പി വാണ്ണൈ. ബുക്കിങ്ങിന് ராம் மனோகர் வேட்டம்பள்ளி, அழகிய மண்டபம், மண்டே மார்க்கெட், நாகர்கோவில் பக்கம் 10ஆம் நம்பர் பஸ், கம்ஃபர்ட் ஸ்டேஷனுக்கு சமீபம். ராம் மனோகர் வேட்டம்பள்ளி തന്നെ மேஜிக்கல் பொலிட்டிக்கல் தமிழ் ஃபிகர் கொண்டாட்டம். நீங்கள் பார்க்க போறது வீட்டில் நிற்கிற ரஜினிகாந்த். நீ நடந்தால் நடையழகு அழகு, நீ சிரித்தால் சிரிப்பழகு அழகு, நீ பேசும் தமிழழகு அழகு, நீ ஒருவன் தான் அழகு அழகு. நெற்றியிலே சாய்ந்து வீழும் நீலமுடி அழகு, அந்த மொழி கோதுகின்ற 5 விரல் அழகு அழகு அழகு. என்ன மணிக்கோ அதுக்கு ஒரு பேருக்கு பாஷா, ஆறு கொடுக்கும் பாஷா, ஆறு கொடுக்கும் பாஷா, ஆறு கொடுக்கும் பாஷா, ஆறு கொடுக்கும் பாஷா. அப்ப நீங்க நெக்ஸ்ட் அனௌன்ஸ் பண்ணுங்க. அகில், என் மேனேஜர், என்ன ஃபிகர் எப்படி இருக்கு? அண்ணா, இந்த இடத்தை குடுகுடு என்ன அவர் சறுக்குறதே குடுகுடு. என்னது
അണ്ണന്റെ കുടുകുടു. അല്ല രജനി ഡയലോഗ് എപ്പോഴും ഇങ്ങനെ തന്നെ അത് സ്പീഡ് ഡയലോഗ് അപ്പൊ അത് സ്പീഡ് ഡയലോഗ് ഇപ്പിട്ടാണ് കേട്ടാ? എന്ത് കുടുകുടാണ്? நீங்க அறுவை கிட்ட முண்டம் நீங்க அவட உட்காரு പ്രിയമുള്ളവരെ, രജനീകാന്ത് പാത്ത്, രജനീകാന്ത് വീട്ടിൽ നിൽക്കുന്ന എപ്പിടി എന്ന് പാത്ത്, ഇനി രജനീകാന്തിൻ മരുമകൻ ധനുഷ്. പ്രിയമുള്ളവരെ, റാം മനോഹർ വേട്ടമ്പള്ളി പൊളിറ്റിക്കൽ മുഖത്തിൽ ഇനി വരാൻ പോകുന്നത് ധനുഷ്. തമിഴ് സിനിമയിൽ റൊമാൻറ്റിക് ഗാന രംഗങ്ങളിൽ അരുമയാന അഭിനയം കാഴ്ചവെച്ച ധനുഷ് നിങ്ങളുടെ മുന്നിൽ 150 രൂപയ്ക്ക് இந்த ഫിഗർക്ക് നമ്മൾ ആരുമേ ഉത്തരവാദിയല്ലേ. പ്രിയമുള്ളവരെ, പേന്റ് ലെഗൻസ് പേന്റ് തമ്മിലുള്ള കളിയാക്കും. നിങ്ങൾ ആരുമേ കളിയാക്കൂടാതെ. ബുക്കിങ്ങിന് ராம் மனோகர் வேட்டம்பள்ளி, அழகிய மண்டபம், மண்டையமாக்கட், நாகர்கோவில் பக்கம், கம்ஃபர்ட் ஸ்டேஷனுக்கு சமீபம் 10ஆம் நம்பர் பஸ். நீங்கள் பார்க்க போறது ராம் மனோகர் வேட்டம்பள்ளி நடிக்கும் ரஜினிகாந்த் சார் தன் மருமகன் அன்பையான அருமையான தனுஷ். பிரியமுள்ளவரே, நீங்க யாருமே ഈ ഫിഗർക്ക് സെൽഫി ഫോൺ എടുത്ത് பண்ணக்கூடாது. കാരണം റാം മനോഹർ വേട്ടമ്പള്ളി 2 വാക്സിൻ മാറി മാറി അടിച്ചിരിക്കുകയാണ്. പുള്ളിക്ക് ചെറിയൊരു പേ ഉണ്ടെന്നും പറയുന്നുണ്ട്. പ്ലീസ് ധനുഷ് അണ്ണൈ ബാഗ് എടുത്തോണ്ട് വാ അണ്ണൈ, തൊണ്ടയിൽ രക്തസവയ്ക്കണം അണ്ണൈ. தேவதையை கண்டேன், காதலில் விழுந்தேன், என் உயிருடன் கலந்து விட்டான். நெஞ்சுக்குள் நுழைந்தாள், மூச்சினில் நிறைந்தாள், என் முகவரி மாற்றி வைத்தாள். ஒரு வண்ணத்து பூச்சி எந்தன் வழி தேடி வந்தது, அதன் வண்ணங்கள் மட்டும் இன்று விரலோடு உள்ளது. தீக்குள்ளே விரல் வைத்தேன், தனி தீவில் கடை வைத்தேன், மணல் வீடு கட்டி வைத்தேன். தேவதையை கண்டேன், காதலில் விழுந்தேன், என் உயிருடன் கலந்து விட்டாள். நெஞ்சுக்குள் நுழைந்தாள், மூச்சினில் എനിക്ക് തൃപ്തി நீங்க நெக்ஸ்ட் அனௌன்ஸ் பண்ணுங்க അല്ല, ഇത് ആരായിരുന്നു ചേട്ടാ? இது பாருங்க நாயர் എന്ത് ആരാ ഇപ്പൊ ചെയ്തേ? தனுஷ் நெக்ஸ்ட் அனௌன்ஸ் பண்ணுங்க மேனேஜர் நெக்ஸ்ட் அனௌன்ஸ் பண்ணுங்க തീർച്ചയാക്കും അണ്ണൈ. അടുത്തതായി இந்த கௌரவம் பார்த்த നിങ്ങൾക്ക് தமிழுக்கு அன்பான ஆக்டர் மன்சூர் அலிகான். പ്രിയമുള്ളവരെ, മൻസൂർ അലിഖാൻ 2 നിമിഷத்துக்கு ശേഷം നിങ്ങൾ ராம் மனோகர் வேட்டம்பள்ளி தன் ரூபத்திலும் பாவத்திலும் இங்க இடத்திலே அப்பியரன்ஸ் பண்ண போறது மன்சூர் அலிகான். പ്രിയമുള്ളവരെ, ஒரு சரியா அட்வர்டைஸ்மென்ட் அண்ணை பேண்ட் குറിങ്ങി அண்ணை. പ്രിയമുള്ളവരെ, இந்த ப்ரோக்ராம் നിങ്ങൾക്കായി സ്പോൺസർ பண்ணது കൊസു കട്ടറം. 2 പക്കക്ക് മണ്ട പുളക്കുന്ന പിടുത്തം കിടക്കുവാൻ കൊസു കട്ടറം. ഒരു ഷോ കൂടി സെറ്റ് പണിയാൽ ഇപ്പോൾ തിരുമ്പി വരുമ്പോൾ നിങ്ങൾ പാക്കരുത് അണ്ണൈ. എല്ലാ പ്രോപ്പർട്ടിയുമേ എടുത്തോണ്ട് വാ അണ്ണൈ. എന്നെ അണ്ണൈ ഇത് അണ്ണൈ ഇവിടെ ഓരോരുത്തർ കുസുക്കുന്നത് അണ്ണൈ പറയിക്കൊണ്ട് വാ അണ്ണൈ. പാട്ട് പോറാ അവ എന്തെങ്കിലും പറയിക്കൊണ്ട് വരട്ടെ. என்ன நடத்துங்க? நீ யாரு நடத்துங்க? தெரியாதே. சகலகலா வாசனை இல்லை. நீ பிரேமேந்திர மகன். ஐயோ തെറ്റി വേട്ടപ്പള്ളി ഇത് ആരായിരുന്നു?
நாங்க சொல்லியதுக்கு மன்சூர் அலிகான். പക്ഷെ ഇത് വീരപ്പന്റെ ഫിഗർ ആയിരുന്നല്ലോ. அது கேரி வந்தது எம்எஸ் திருப்பணித்தர. அது இடைக்கிடைக்கு கேரி വരുங்க. അല്ല അല്ല ഈ മൻസൂർ അലിഖാൻ ഈ ആർമി പറ്റിയാട്ടോ ഓക്ക് ഇവിടെ വെച്ചിരുന്ന് കണ്ടില്ല. അത് അങ്ങനെയാണല്ലേ. നെക്സ്റ്റ് അനൗൺസ്. அண்ணை அண்ணை தோக்கெடுத்தோண்டு கேர வேண்டாம் அண்ணை. எங்க கொண்டு வச்சிருக்கீங்க? தோக்கண்ட மேட்சரை கீழே போட்டிருக்க அண்ணை. என் புகர் எல்லாம் அங்க എന്റെ അണ്ണை അവസാനമാക്കി അന്യൻ എന്ന സിനിമയിലെ വിക്രം. പ്രിയമുള്ളവരെ, തമിഴ്നാട്ടിക്ക് ഏറെ ആരാധകർ കിടച്ച വിക്രം തകർത്താടിയ 3 റോഡുകളിൽ അമ്പി എന്ന റോളുമായി നീങ്ക മുകിൽ ഇപ്പോൾ പ്രത്യക്ഷ பண்ண போறது ராம் மனோகர் வேட்டம்பள்ளி தன் அம்பி. அடுத்ததாய் ஒரு 2 நிமிஷத்துக்கு திரும்பி வரும்போது நீங்கள் பார்க்க போறது ராம் மனோகர் வேட்டம்பள்ளி நைக்கும் ஃபிகர் கொண்டாட்டம். பிரியமுள்ளவரே, இந்த ப்ரோக்ராம் இந்த ஸ்பான்சர் பண்றதுக்கு மது மூக்கிப்பொடி. பிரியமுள்ளவரே, சுகந்த வாசனைக்கு மது மூக்கிப்பொடி. அண்ணை முங்கல்ல அண்ணை. அண்ணை நீங்க எங்க அண்ணை? ಸಂಜಾನೆ ತೋನೆ ತಾನೇ ನೇನಾನೋ ಅವ ತುಂಬಕ ತಾನೆ ಅಂಬಿ ಲಂಬಾನೋ സുകുമാരി ഓ ശൃംഗാരി ഏലങ്കാരിണി ഓ സുകുമാരി ഓ സുകുമാരി ഓ ശൃംഗാരി കുമാരി முக்கி திக்கி விக்குது குமாரி, என் நெஞ்சு விம்மி விம்மி பம்மி நிக்குது குமாரி, என் வார்த்தை கடல் வெற்றி விட்டதே குமாரி, என் காதல் சிக்கி முக்கி திக்கி விக்குது குமாரி, என் நெஞ்சு விம்மி விம்மி பம்மி நிக்குது குமாரி, என் வார்த்தை கடல் வெற்றி விட்டதே. மலரடி மலருக்குள் அடிதடி குமாரி, என் காதல் சிக்கி முக்கி திக்கி விக்குது குமாரி, என் நெஞ்சு விம்மி விம்மி பம்மி நிக்குது குமாரி, என் வார்த்தை கடல் வெற்றி விட்டதே. പാട്ട് ഇനിയിട് കൊള്ളാം, പാട്ട് ഇനിയിട്. ഹലോ 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 മിസ്റ്റർ കുമ്പി, എന്തുവായിരുന്നു? എന്താ ഫിയർ ആയിരുന്നത്? ഹലോ അമ്പി, இப்போ என்ன ரஷப்படுத்தாம போதுங்க அந்த என் மேனேஜர், என் கடவுள் மாதிரி. அண்ணா இவர் சொல்லுறதாங்க, இது அம்பி அல்ல, பின்ன வேற ஒரு பேரை പറയக்கூடாது அண்ணை. நான் என்ன செய்ய அண்ணை? நீங்க வாங்க, நீங்க இருந்து புடிக்கின்ற அண்ணை. புடிக்கிறதுக்கு பரவாயில்ல, நான் திறமை புடிக்கிறதுக்கு. நீங்க வந்தாலே நமக்கு ஒருமிச்சு இந்த புடிக்காங்க. നമുക്ക് കേരളത്തിലെ തിരുമ്പി പോവാ അണ്ണൈ. ഞാൻ മലയാളത്തിൽ പറയട്ടെ. അല്ല കഴിഞ്ഞ അതെ, യഥാർത്ഥത്തില് ആയിരിക്കില്ല അവനെ. ഇവന്റെ സൂക്കടെന്നറിയാ, എന്നെ നാടുനീളെ കൊണ്ടുവരുന്ന ഫിഗർ ചെയ്യിച്ചിട്ട് അവസാനത്തെ അവന്റെ ഒരു പരിപാടി ഉണ്ട്. അപൂർവ സഹോദരങ്ങളില്ലേ, കമൽ സാർ ചെയ്യുന്ന കാലെല്ലാം മടക്കി കെട്ടിവെച്ച് പാന്റ് കൊടുത്തിട്ട് ഷൂ ഇട്ട് തന്നിട്ട് പരിപാടി കുളമ്പോ ഓടും. ഞാൻ അങ്ങോട്ട് ഓടാം, എനിക്ക് ഉരുണ്ടുരുണ്ടല്ലേ പോകാൻ പറ്റും. എന്റെ ഈ പാന്റ് ഈ കെട്ടൊക്കെ അഴിച്ചു കൊടുക്കണമെങ്കിൽ 3 പേര് വേണം. അപ്പൊ അങ്ങനെയുള്ള കലാപരിപാടി അവൻ സ്ഥിരം ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ അവന്റെ സുഖം അറിയണ്ടേ? അതെ ചേട്ടാ, ചേട്ടന് ഒരാളുടെ ഫിഗർ ചെയ്യാൻ പറ്റും, ധൈര്യം ഉണ്ടെങ്കിൽ. ഏതാണ്? ഷിയാസിന്റെ. അത്ര ഞാൻ കഴിപ്പണം കെട്ടല്ല, അത്ര ഞാൻ ഗതി കെട്ടല്ല. ഞാൻ അന്തസ്സായിട്ട് ജീവിക്കുന്നവനാ കേട്ടാ. ഇത് സൈനഡാണ്. അത് തെറ്റിപ്പോയെന്ന ഇത് ഒരു സാധനം. നിങ്ങൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കാൻ, നമ്മളൊരു
സാധനം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഓർഡർ അനുസരിച്ചാ 1 2 3 4 5 അങ്ങനെ ഒരു ഓർഡർ അനുസരിച്ചാ നമ്മൾ അല്ലെ അങ്ങനെയാണല്ലോ എപ്പോഴും. നിങ്ങൾ തീർച്ചയായിട്ടും അതെ ഞാൻ ഇങ്ങനെ ഒരു ഓർഡർ അനുസരിച്ചാ ഓരോ സംഭവങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ മൻസൂർ അലിഖാൻ തോക്കും ഇതും വേണം. പക്ഷെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി കൊണ്ടുവരണ്ടേ? അപ്പൊ അത് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറുമണി എടുത്തോണ്ട് വരേണ്ടി വന്നു. മനസ്സിലായില്ലേ? അപ്പൊ ആ ഗ്യാപ്പ് നമ്മൾ നികത്തി. അല്ല അതുപോലെ തന്നെ രജനി സാറിന്റെ ചെയ്തപ്പോ ഇടയ്ക്ക് ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ മറ്റേ ബാലേന്ദ്രൻ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചു. അതെ അങ്ങനെ മാനസും അങ്ങനെ ഇടയ്ക്ക് കയറി വരുന്നത് പല ആൾക്കാരുടെ മാനസ്. അല്ല കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ മിക്സ് ചെയ്ത് ചെയ്യില്ല. അത് മാത്രമല്ല ഈ അമ്പി ചെയ്ത സമയത്തുണ്ടല്ലോ, അമ്പി ചെയ്ത സമയത്ത് നമ്മൾ വാടകയ്ക്കെടുത്ത തോക്കാണത്. ആർട്ടുകാർ വാടകയ്ക്കെടുത്ത് തന്ന തോക്കും തണ്ട ഈ ബീരം ഗീതൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇത് നമുക്ക് അത് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിലേ അത് കംപ്ലൈന്റ് അല്ലേ. അതുകൊണ്ട് ഞാൻ ഈ അമ്പിയുടെ വേഷത്തിൽ ഞാൻ ഇതെടുത്തിട്ട് അപ്പൊ നമ്മൾ നഷ്ടം വരുത്തരുത്. ഞാൻ ഇനി പള്ളിയിലച്ഛന്റെ വേഷമാണെങ്കിൽ ചെയ്യണമെങ്കിൽ ഞാൻ ഇതെടുത്തിട്ട് നമ്മളത് ലാഭിക്കണമല്ലോ.